എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉത്തരാട സ്പെഷ്യൽ എരിശ്ശേരി. എരിശ്ശേരി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ആദ്യം വേണ്ടുന്നത് ചേന. ഏകദേശം ഇതൊരു 200 ഗ്രാമോളം ചേനയാണ് എടുത്തിരിക്കുന്നത്. ഇത് കായാണ്, അതുകൊണ്ട് ഒരു 200 ഗ്രാമോളം. ഇത് തേങ്ങ വറുത്തതാണ്, അതൊരു 1/4 തേങ്ങയോളം വറുത്തിട്ടുണ്ട്. ഇത് പച്ചത്തേങ്ങയാണ്, അതൊരു 1/4 തേങ്ങയോളം ഉണ്ട്. അടുത്തത് മുളക് പൊടിയാണ്. ഉഴുന്ന് പരിപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വറ്റൽമുളക്, കടുക്, ജീരകം, കുരുമുളക് പൊടി, ഉപ്പ്, വെളുത്തുള്ളിയും പച്ചമുളകും. പിന്നെ വേണ്ടുന്നത് വെളിച്ചെണ്ണ. എരിശ്ശേരി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് വേണം എല്ലാവരും കുക്കിംഗ് തുടങ്ങാൻ. നോക്കിയ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ്. നമുക്കിനി തുടങ്ങാം. നമുക്കെന്നാൽ എരിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു പാത്രം തന്നെ എടുക്കുകയാണ്. ഗ്യാസ് എന്നാൽ ഓപ്പൺ ആക്കട്ടെ. പിന്നെ ശരിക്കും ഇത് ഉരുളിയിലൊക്കെയാണ് ഉണ്ടാക്കേണ്ടത്, പക്ഷേ ഉരുളി ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ സാധാ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. പാൻ ചൂടായിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ ചേന ഇടുകയാണ്. ചേന ഇട്ടു. പിന്നെ കായാണ് രണ്ടാമത് ഇടുന്നത്. ഇപ്പം ചേനയും കായും കൂടെ ഉള്ള എരിശ്ശേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഒരു 1.5 സ്പൂണ്, കുഞ്ഞ സ്പൂണാണേ, 1.5 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് ഉപ്പ്, കുറച്ചേറെ കരിവേപ്പില. ഇതിനകത്ത് ഞാനിനി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കണം. ഇനി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് 10 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം. ഇനി അടച്ചു വെച്ച് വേവിക്കട്ടെ. തീയുടെ കൂട്ടി വെക്കണം. തിളച്ച് കഴിയുമ്പം തീ കുറച്ചും വെക്കണം. ഇനി കുറച്ചു നേരം വേവട്ടെ. 10 മിനിറ്റെങ്കിലും എടുക്കും അത് വേവാൻ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചേനയും കായും ഏകദേശം വെന്തിട്ടുണ്ട്. പകുതി വേവായിട്ടേ ഉള്ളൂ. ഇനി ഇത് വേവണം, വെന്തത് പറ്റണം, വെള്ളമെല്ലാം. അടച്ചു വെക്കുക. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചേനയും കായും വെന്തോന്ന് നോക്കാം. ഓക്കെ, ചേനയും കായും ഒക്കെ വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തു, വെള്ളവും വറ്റിയിട്ടുണ്ട്. നമുക്കത് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം. എരിശ്ശേരിക്ക് വേണ്ട ഒരു കൂട്ട് തയ്യാറാക്കാം.
നമുക്ക് തേങ്ങ, ഒരു 3 പച്ചമുളക്, 3 വെളുത്തുള്ളി ഇവിടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരു തുള്ളി കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കട്ടെ. സോറി, ഒരു നുള്ളി ജീരകം കൂടെ വേണം, അതുകൂടെ ഇതിൻ്റെ കൂടെ അരയ്ക്കണം. ഞാൻ അരച്ചെടുക്കാമേ. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ അരച്ചു വെച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകണം. അരച്ചു വെച്ച തേങ്ങയും വെളുത്തുള്ളി എല്ലാം കൂടെ അതിനകത്ത്, പച്ചമുളകും ജീരകം എല്ലാം കൂടി ഇതിനകത്ത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കട്ടെ. ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ തേങ്ങ ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലോണം ഇതൊന്ന് ഉടച്ചു ചേർത്ത് കൊടുക്കണം. നമുക്കിനി എരിശ്ശേരിയിലേക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തിടാനായിട്ടുണ്ട്. അതിന് ഞാൻ പാത്രം വെച്ചു. ഒരു 3 സ്പൂണ് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അങ്ങനെ എരിശ്ശേരി എല്ലാം റെഡി ആയിരിക്കുകയാണ്. നല്ലവണ്ണം കുറുകി, ഉപ്പൊക്കെ ഉണ്ട്. ഇത് നന്നായിട്ടിരിക്കുക. നോക്കിക്കേ, എണ്ണ ചൂടായിട്ടുണ്ട്. 1 സ്പൂണ് കടുക്. കടുക് പൊട്ടിയിട്ടുണ്ട്. 1 സ്പൂണ് ഉഴുന്ന് പരിപ്പ്. വറ്റൽമുളക്, തീ കുറച്ച് വെക്കണം. പിന്നെ കരിയാപ്പില. ഞാൻ തേങ്ങാപ്പീര വറുത്ത് വെച്ചിരിക്കുകയാണ്. കാര്യം അതെല്ലാം വറുത്ത് വരുമ്പോൾ ലോങ് വീഡിയോ കിട്ടും. അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പീര നേരത്തെ വറുത്ത് വെച്ചു. തേങ്ങയും കരിയാപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ, വറ്റൽമുളകും എല്ലാം കൂടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അത് ഈ എരിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീട്ട് വെച്ചിട്ടെടുക്കാം, അല്ലെ പാടാം, ചൂടാ. എരിശ്ശേരിയിലേക്ക് ഒഴിക്കട്ടെ. അങ്ങനെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം ക്ലിയർ ആണ്. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്യാവും. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ എരിശ്ശേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉത്തരാട സ്പെഷ്യൽ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.